കണ്ണൂരിൽ ആർലോ എന്ന് പറഞ്ഞൊരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് കാടുകളിലൊന്നാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാടുകളിലൊന്നാണ് ആർലം വൈൽഡ് ലൈഫ് സാഞ്ചുറി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പത്രങ്ങളിലും ടി വിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിങ്ങൾ കണ്ടു കാണും. ആർലം വൈൽഡ് ലൈഫ് സാഞ്ചുറി ഒരു ശലഭ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു. ഒരുപക്ഷെ മലയുടെ മണ്ടയ്ക്ക് നിന്ന് ലക്ഷക്കണക്കിന് ചിത്രശലഭങ്ങൾ പറന്നു വരുന്ന കാഴ്ചകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ചിത്രശലഭത്തിൻ്റെ മൈഗ്രേഷനെ കുറിച്ചും ആ ആർലം കാടിനെ കുറിച്ചുമാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ കാട്ടിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വരുന്നത് ആർലം വൈൽഡ് ലൈഫ് സാഞ്ചുറിയെ കുറിച്ചാണ്, അവിടെയുള്ള ചിത്രശലഭങ്ങളെക്കുറിച്ചും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2005 ഞാൻ ആദ്യമായിട്ട് ആർലം വൈൽഡ് ലൈഫ് സാഞ്ചുറി പോകുന്നത്. അവിടെ പോയത് ഒരു ബട്ടർഫ്ലൈ ഇന്ത്യ മീറ്റിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്നത്തെ കാലത്തൊന്നും സോഷ്യൽ മീഡിയ ഒന്നുമില്ല. ഞങ്ങളൊക്കെ ചിത്രശലഭങ്ങളെക്കുറിച്ച് താല്പര്യമുള്ള ആൾക്കാരൊക്കെ കണക്ട് ചെയ്തിരുന്നത് ഒരു യാഹൂ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇമെയിൽ വഴി യാഹൂ ഗ്രൂപ്പിൽ ഇങ്ങനെ മെയിൽ വഴിയും അതിൻ്റെ അകത്ത് ചിത്രശലഭങ്ങളെക്കുറിച്ച് ചിലപ്പോൾ പടങ്ങൾ കാണുമ്പോൾ ആൾക്കാർ അതിൻ്റെ അകത്ത് എക്സ്പേർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇങ്ങനെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം വർഷത്തിലൊരിക്കൽ ഇങ്ങനെ എല്ലാവരും മീറ്റ് ചെയ്യുന്നൊരു മീറ്റ് ഉണ്ടായിരുന്നു. അപ്പം രണ്ടാമത്തെ ബട്ടർഫ്ലൈ ഇന്ത്യ മീറ്റ് നടന്നത് 2005 സെപ്റ്റംബർ മാസത്തിൽ ആർലം വൈൽഡ് ലൈഫ് സാഞ്ചുറി വെച്ചിട്ടായിരുന്നു. അപ്പം ഡോക്ടർ കൃഷ്ണമേ കുണ്ടെ, എസ് കാർത്തികേയൻ എന്ന് പറഞ്ഞ ആൾ, പിന്നെ പ്രസിദ്ധരായിട്ടുള്ള 2 ഫോട്ടോഗ്രാഫർമാരുണ്ട്, TN പെരുമാൾ സാറും ഡോക്ടർ മൈൽവാഹൻ സാറ്, പിന്നെ കേരളത്തിലെ ചിത്രശലഭങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയ ഡോക്ടർ ജാഫർ പാലോട്ട് ഉണ്ടായിരുന്നു, VC മാഷ് ഉണ്ടായിരുന്നു, VC ബാലകൃഷ്ണൻ, ബാബു കാമ്പ്രത്ത്. ഇങ്ങനെ കുറേയേറെ ആൾക്കാർ അവിടെ കൂടിയിട്ട് ചിത്രശലഭങ്ങളെക്കുറിച്ച് പഠിക്കാനും അവിടെയുള്ള ചിത്രശലഭങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റായിരുന്നത്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കോട്ടയത്ത് നിന്ന് ബസ് പിടിച്ചിട്ട് ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങി. ഇരിട്ടിയിൽ നിന്ന് ഒരു ജീപ്പിൽ ആണ് ഞങ്ങൾ ആർലം വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ എത്തിയത്. എത്തിക്കഴിഞ്ഞപ്പോൾ കുറേയേറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അന്ന് ഡോക്ടർ കാക്കാശ്ശേരി എന്ന് പറഞ്ഞ സാറുണ്ട്, തൃശ്ശൂരിൽ മരിച്ചുപോയി അദ്ദേഹം കഴിഞ്ഞ ഇടയ്ക്ക്, ഫ്രാൻസി കാക്കാശ്ശേരി എന്ന് പറഞ്ഞ് ആ സാറ് തുമ്പികളെക്കുറിച്ച് ക്ലാസ് എടുത്തിരുന്നു. ഡോക്ടർ KS സുബ്രഹ്മണ്യൻ, ഞങ്ങൾ സുബു സാർ എന്ന് വിളിക്കുന്ന സുബു സാറ് തുമ്പികളെക്കുറിച്ച് ക്ലാസ് എടുത്തു. അപ്പോൾ ഈ തുമ്പികളെയൊക്കെ എനിക്ക് ആദ്യമായിട്ട് താല്പര്യം വന്നു തുടങ്ങി ആർലത്ത് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, കിരൺ എന്ന് പറഞ്ഞ CG കിരൺ, മരിച്ചുപോയി അദ്ദേഹവും അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായി അവിടെ വെച്ചിട്ട്. അപ്പോൾ ഞാനും കിരണിനോട് കൂടി തുമ്പികളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരു പുസ്തകം എഴുതി കേരളത്തിലെ തുമ്പികളെക്കുറിച്ചൊക്കെ. അപ്പം ആർലം എന്ന് പറഞ്ഞാൽ 2005 മീറ്റ് എന്ന് പറഞ്ഞാൽ വളരെയേറെ അനുഭവങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു. കുറേയേറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, കുറേയേറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളവിടെ ആർലം മീറ്റിനിടയ്ക്ക് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ പോയിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ പടം എടുക്കുന്നുണ്ടായിരുന്നു. വെള്ളിവാലൻ എന്ന് പറഞ്ഞൊരു ബട്ടർഫ്ലൈ, കോമൺ ഇമ്പീരിയൽ എന്ന് പറഞ്ഞൊരു ബട്ടർഫ്ലൈ, ചെറിയ ബട്ടർഫ്ലൈ ആണ്, പക്ഷേ വാലിനൊക്കെ നല്ല നീളമുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ. എല്ലാവരും പോയി അതിൻ്റെ പടം എടുക്കുന്നുണ്ട്. അതിൻ്റെ ലാർവയോടെ ഉണ്ടായിരുന്നു, അതിൻ്റെ പ്യൂപ്പ ഉണ്ടായിരുന്നു, എല്ലാവരും അതിൻ്റെ പടം എടുക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് എൻ്റെ ക്യാമറയൊന്നുമില്ല, ഞാനൊരു ബൈനോക്കുലറും തൂക്കി അതിലേ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറേയേറെ പക്ഷികളെ നോക്കുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. അന്ന് ട്രോഗനെ കുറേയേറെ കാണാൻ പറ്റി, തീക്കാക്ക എന്ന് പറഞ്ഞ പക്ഷി, ഫ്രോഗ് മൗത്ത്, മാക്കാച്ചിക്കാട എന്ന് പറഞ്ഞ പക്ഷികളെ കാണാൻ പറ്റി, കുറേയേറെ പക്ഷികളെ കാണാൻ പറ്റി. അവിടെ കുറേയേറെ ചിത്രശലഭങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അന്നത്തെ കാലത്ത് അവർ പറയുന്നുണ്ട് ആ മീറ്റിനിടയ്ക്ക്, നിങ്ങൾ ആക്ച്വലി ബട്ടർഫ്ലൈസിൻ്റെ വലിയ മൈഗ്രേഷൻ കാണണമെങ്കിൽ നിങ്ങൾ വരേണ്ടത് ഡിസംബർ അവസാനമോ അല്ലെങ്കിൽ ജനുവരി ആദ്യത്തെ ആഴ്ച വന്നു കഴിഞ്ഞാൽ ആർലത്ത് ഭീകരമായിട്ട് ബട്ടർഫ്ലൈയുടെ മൈഗ്രേഷൻ കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊരു സെപ്റ്റംബർ മാസമായിട്ട് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് കുറേ വർഷങ്ങളിൽ ഞാൻ അവിടെ പോകാൻ പറ്റി, എനിക്കത് കാണാൻ പറ്റി. ചിത്രശലഭങ്ങളുടെ മൈഗ്രേഷനെ കുറിച്ച് നമുക്ക് വഴിയേ പറയാം. ആദ്യം നമുക്ക് ആർലം വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പരിചയപ്പെടാം. ആർലം വൈൽഡ് ലൈഫ് സാഞ്ചുറി ഒരു 55 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ളൊരു കാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 50 മീറ്റർ മുതൽ ഒരു 1200 മീറ്റർ പൊക്കമുള്ള മലനിരകൾ വരെ ആർലത്തുണ്ട്. മെയിനായിട്ട് അവിടെ കാണുന്നത് നിത്യഹരിത വനങ്ങളാണ്, എവർഗ്രീൻ ഫോറസ്റ്റുകളാണ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടെ ചോലവനങ്ങളുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്ന സമയത്തൊക്കെ ഷോല ഫോറസ്റ്റ് കുറേ ഉണ്ട് അവിടെ. പിന്നെ ജാതി ചതുപ്പുകൾ എന്ന് പറഞ്ഞ ഒരു ചതുപ്പുകളുണ്ട് നമുക്ക് കേരളത്തിൽ, മിരിസ്റ്റിക്ക സ്വാംസ്. അവിടെ കാണുന്ന കുറേയേറെ മരങ്ങളുമൊക്കെ ആർലത്ത് നമുക്ക് കാണാറുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആർലത്തോട് ചേർന്നൊരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ പേര് ചീങ്കണ്ണി പുഴ എന്നാണ്. അപ്പം ബട്ടർഫ്ലൈസിൻ്റെ, പ്രത്യേകിച്ച് ആൽബട്രോസ് ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷനൊക്കെ ഈ ചീങ്കണ്ണി പുഴയിലൂടെയാണ് സാധാരണയായിട്ട് സംഭവിക്കുന്നത് എല്ലാ വർഷവും. നമുക്ക് ആദ്യം തന്നെ ആൽബട്രോസ് ശലഭങ്ങളുടെ മൈഗ്രേഷനെ കുറിച്ചൊന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കാം. ആൽബട്രോസ് ശലഭങ്ങൾ ആക്ച്വലി ഒരു ഇളം മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലോ കാണുന്ന ഒരു ചിത്രശലഭമാണ്. ഇതിൻ്റെ മൈഗ്രേഷൻ എല്ലാ വർഷവും സാധാരണ ഡിസംബർ അവസാനവും ജാനുവരി മാസങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ലാർവൽ ഹോസ്റ്റ് പ്ലാന്റ്, ബട്ടർഫ്ലൈസിനെല്ലാം 2 തരത്തിലുള്ള പ്ലാന്റുകൾ ആവശ്യമാണ്. ഒന്ന് ലാർവൽ ഹോസ്റ്റ് പ്ലാന്റ്, അത് മുട്ടയിടുന്നൊരു പ്ലാന്റ്, പിന്നെ നെക്ടറിൻ പ്ലാന്റ്, ഇത് തേൻ കുടിക്കുന്ന പ്ലാന്റുകൾ. കോമൺ ആൽബട്രോസ് ബട്ടർഫ്ലൈയുടെ മുട്ടയിടുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചൂട്ടമരം എന്ന് പറയും. അത്
മലയുടെ മണ്ടയ്ക്കാണ്, ഏകദേശം 1200 മീറ്ററിന് മേളിലുള്ള ചോലവനത്തിലൊക്കെയാണ് ഈ സാധാരണയായിട്ട് ഈ മരങ്ങളുള്ളത്. ഡിസംബർ അവസാനവും ജാനുവരി ആദ്യ ആഴ്ചയിലൊക്കെ ഇതിന് ഒത്തിരി തളിരില ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ബട്ടർഫ്ലൈസ് ആണ് അവിടെ പോയിട്ട് മുട്ടയിട്ടിട്ട് അതിരാവിലെ വിരിഞ്ഞിറങ്ങും. ആയിരക്കണക്കിന് ബട്ടർഫ്ലൈസ് ഒരുമിച്ച് വിരിഞ്ഞിറങ്ങും. ഇവർ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ദേശാടനം ചെയ്ത് താഴോട്ട് പറന്ന് വരും. എന്ന് പറഞ്ഞാൽ സാധാരണ ഇവരൊരു നദിയോ ഒരു പുഴയുടെ തീരം കൂടി ഇവർ 100 കണക്കിന് ബട്ടർഫ്ലൈസ് താഴോട്ട് പറന്നിറങ്ങും. ഇപ്പോൾ 100 കണക്കിന് ഒരു മരത്തിൽ നിന്നായിരിക്കും പറന്നിറങ്ങുന്നത്. അങ്ങനെ 100 കണക്കിന് ആയിരക്കണക്കിന് മരങ്ങൾ അവിടെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ബട്ടർഫ്ലൈ ഒരുമിച്ച് ഇങ്ങനെ താഴോട്ട് പറന്നിറങ്ങും. അപ്പോൾ ഒന്ന് ഓർക്കണം, ഇത് ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ബട്ടർഫ്ലൈസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഡോക്ടർ ജാഫർ പാലോട്ട്, ഞങ്ങളുടെ ഒരു മെൻറ്റർ, അദ്ദേഹം പറയാറുണ്ട് ഇത് ആക്ച്വലി അവിടെ ഒരു ഫാക്ടറി ഇട്ട പോലാണ്. ഒരു ഫാക്ടറിക്കകത്ത് ഇങ്ങനെ ആൽബട്രോസ് ബട്ടർഫ്ലൈയുടെ കുഞ്ഞുങ്ങളെ വിരിയിച്ചിങ്ങനെ ഇറക്കി വിടുന്ന പോലത്തെ ഒരു സംഭവമാണ് അങ്ങ് മലയുടെ മണ്ടയ്ക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അവർ വിരിഞ്ഞിറങ്ങിയിട്ട് ഇവർ സിംഗിൾ ഫയലായിട്ട് വരുന്നത്, എന്ന് പറഞ്ഞാൽ ഒറ്റ വരിയായിട്ടാണ് വരുന്നത്. ഒറ്റ വരിയായിട്ട് വന്നിട്ട് താഴെ നമ്മൾ ആറളത്തെ ചീങ്കണ്ണിപ്പുഴയുടെയൊക്കെ താഴെ എത്തുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കാണുമ്പോഴത്തേക്കിന് ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ആക്റ്റീവായിട്ട് താഴോട്ട് പറന്നു വരുന്നത്. ഇവിടെ താഴെ നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലപ്പോഴൊക്കെ 5 മിനിറ്റിനുള്ളിൽ ഒരു 5000 800 ബട്ടർഫ്ലൈ ഒക്കെ, ചിലപ്പോൾ 10,000 ബട്ടർഫ്ലൈ ഒക്കെ ഒരുമിച്ച് നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ പറന്നു. ഒരു സ്പെക്ടക്കിളാണ്. ഇടയ്ക്കൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട്, കാട്ടി പോകുമ്പോഴത്തേക്കിന് ഒരിക്കലെങ്കിലും വൈൽഡ് ലൈഫിനെ താല്പര്യമുള്ള ആൾക്കാർ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷൻ, ആറളത്ത് നടക്കുന്ന ഈ ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷൻ. സാധാരണ ഒരു ബട്ടർഫ്ലൈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആ മുട്ട ഒരാഴ്ചയെങ്കിലും എടുക്കും അതൊരു ലാർവയായി മാറാൻ. ആ ലാർവ ഏകദേശം ഒരാഴ്ച എടുക്കും ഒരു പ്യൂപ്പയായി മാറാൻ. ആ പ്യൂപ്പ ഏകദേശം 8-10 ദിവസം എടുക്കും ഒരു അഡൽട്ട് ബട്ടർഫ്ലൈയെ മാറാനുണ്ട്. മിനിമം 2-3 ആഴ്ച വേണം ഒരു ബട്ടർഫ്ലൈ എഗ്ഗിൽ നിന്ന് അഡൽട്ട് ബട്ടർഫ്ലൈ ആയി മാറാനായിട്ട്. പക്ഷേ കോമൺ ആൽബട്രോസ് ബട്ടർഫ്ലൈയുടെ ഒരു പ്രത്യേകത, നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴത്തേക്കിന് മനസ്സിലായത്, അവർ മുട്ടയിട്ട് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ലാർവയായി മാറും. അത് ചിലപ്പോൾ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ പ്യൂപ്പയായി മാറും. അപ്പം പ്യൂപ്പ അധികം ദിവസം എടുക്കത്തില്ല. എല്ലാം കൂടെ ഒരാഴ്ചയോ അല്ലെങ്കിൽ 8-10 ദിവസത്തിനുള്ളിൽ മുട്ടയിൽ നിന്ന് അഡൽട്ട് ബട്ടർഫ്ലൈ വരുന്നത് അവർ ഒബ്സർവ് ചെയ്യാനിടയായി. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബട്ടർഫ്ലൈസിൻ്റെ ലാർവ ഹൗസ് പ്ലാന്റായ ചൂട്ടമരത്തിൽ തളിരില വരുന്ന 1-2 ആഴ്ച മാത്രമാണ്. അപ്പം അതിനുള്ളിൽ തന്നെ ഇവർക്ക് വെളിയിൽ വരണം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ബട്ടർഫ്ലൈ ഒക്കെ പെട്ടെന്ന് തന്നെ അവരുടെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കിയിട്ട് വെളിയിൽ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷൻ കൂടുതലായിട്ട് കണ്ടത്. എനിക്ക് തോന്നുന്നു 5 മിനിറ്റുള്ള അവിടെ 10,000-ലധികം ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്നു പോകുന്നു. ഞാനും അവിടെ പോയി, ഞാൻ എൻ്റെ വൈഫും കുഞ്ഞും ഒക്കെ ആയിട്ട് ആ ചീങ്കണ്ണിപ്പുഴയുടെ സൈഡിൽ പോയിരുന്നപ്പോൾ ലക്ഷക്കണക്കിന് ബട്ടർഫ്ലൈ ആണ്. രാവിലെ 9 മണി മുതൽ 10 മണി 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ പീക്ക് ടൈമാണ്. ആയിരക്കണക്കിന് ബട്ടർഫ്ലൈ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടമായിട്ട് പറന്നു വരുന്നത് കാണാൻ പറ്റും. ഈ കോമൺ ആൽബട്രോസ് ബട്ടർഫ്ലൈസ് ഇങ്ങനെ മലയുടെ മണ്ടയ്ക്കൊന്ന് പറന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഈ പുഴയുടെ നദിയിൽ സൈഡിലൊക്കെ ഈ നനവുള്ള പ്രദേശങ്ങളൊക്കെ കാണും. അവിടെ ഇവിടെ ഇരുന്നിട്ട് ഇവർ മഡ്പഡൽ ചെയ്യാറുണ്ട്, എന്ന് പറഞ്ഞ് ചെളിയൂട്ടിൽ നിന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് കുറേയേറെ മിനറൽസൊക്കെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർ നിലത്ത് വന്നിരുന്ന് ഈ മിനറൽസൊക്കെ സക്ക് ചെയ്ത് കുടിക്കാറുണ്ട്. മെയിനായിട്ട് ആൺ ചിത്രശലഭങ്ങൾ, മെയിൽ ബട്ടർഫ്ലൈസ് ആണ് ഇങ്ങനെ മഡ് പഡ്ലിങ് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറേ വേറെ ബട്ടർഫ്ലൈയും കണ്ടിട്ടുണ്ട്. 5 ബാർ സ്വോട്ടയിൽ എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ നിലത്തിരുന്ന് ചെളിയിട്ട് കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബ്ലൂ മോർമോണെ കണ്ടിട്ടുണ്ട്. ഗ്രേറ്റ് ഓറഞ്ച് ടിപ്പ്. ഈ കോമൺ ആൽബട്രോസ് അല്ലാതെ വാട്സ് ആൽബട്രോസ്, സ്ട്രൈപ്പ് ആൽബട്രോസ്, ഇങ്ങനെ പറഞ്ഞ കുറേ ആൽബട്രോസുകളൊക്കെ നിലത്ത് വന്നിരുന്ന് ചെളിയിട്ട് കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ആൽബട്രോസ് ശലഭങ്ങൾ ഈ മലയുടെ മണ്ടയ്ക്ക് ഒന്ന് വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് അവർ ഈ ചീങ്കണ്ണിപ്പുഴ വഴി മാത്രമല്ല വരുന്നത്. അപ്പം അങ്ങേ സൈഡ് കൂർഗൊക്കെ ഉണ്ട്, കേരളത്തിൻ്റെ അങ്ങേ സൈഡ്. അപ്പോൾ അങ്ങോട്ടുള്ള സ്ട്രീമുണ്ട്. ആ സ്ട്രീം താഴെ ചെന്ന് വലിയ പുഴയായി മാറുന്നുണ്ട്. ആ പുഴയുടെ സൈഡ് വഴി അവർ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. കേരളത്തിൻ്റെ പല കാടുകളിലും ഇത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സൈലൻറ്റ് വാലിയിലും നിലമ്പൂരിലും ഒക്കെ, കേരളത്തിൻ്റെ അങ്ങേ സൈഡിലും ഒക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആറളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വർഷങ്ങളായിട്ട്, എനിക്കൊന്നൊരു 25 വർഷമായിട്ട് അവർ കൃത്യമായിട്ട് ഈ ബട്ടർഫ്ലൈസിനെ അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള കുറേ വാച്ചേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം ബിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിജു തേൻകുടി എന്ന് പറഞ്ഞൊരു അവിടുത്തെ ഒരു വാച്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അവിടുന്ന് മാറിയെങ്കിലും അദ്ദേഹമൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പോൾ അവിടെയുള്ള സുശാന്ത് എന്ന് പറഞ്ഞൊരു വാച്ചർ, ഇവർക്കൊക്കെ നന്നായിട്ട് ബട്ടർഫ്ലൈസിനെ അറിയാവുന്നവരും അവിടെയുള്ള ഗൈഡ്സുകളൊക്കെ വർഷങ്ങളായിട്ട് ഈ ബട്ടർഫ്ലൈസിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഡേറ്റയുള്ള ഏത് സമയത്താണ് വർഷത്തിൽ ജനുവരി മാസത്തിൽ ആദ്യത്തെ ആഴ്ചയാണോ ഏത് ദിവസമാണ് ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷൻ കൃത്യമായിട്ട് നടക്കുന്നതൊക്കെ അവർ മോണിറ്റർ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് മലബാർ നാച്ചുറലിസ്റ്റ് സൊസൈറ്റി, കേരളത്തിലൊരു അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി സംഘടനയാണ്. അവരൊക്കെ വർഷങ്ങളായിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കൃത്യമായ വിവരമുള്ളത്. ബട്ടർഫ്ലൈസ് ഏത് ദിവസം, ഏത് മാസം, ഏത് ആഴ്ചയിലാണ് മൈഗ്രേറ്റ് ചെയ്യുന്നുള്ള വിവരം നമുക്ക് അറിയാൻ പറ്റുന്നത്. നമ്മൾ ആദ്യം സംസാരിച്ചത് കോമൺ ആൽബട്രോസിൻ്റെ മൈഗ്രേഷനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ആറളം കാടുകൾ ഞങ്ങൾ കണ്ട വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലക്ഷക്കണക്കിന് ബട്ടർഫ്ലൈസിൻ്റെ കോൺഗ്രിഗേഷനും മൈഗ്രേഷൻ നടക്കാറുണ്ട്. അത് മിൽക്ക് വീഡ് ഫാമിലിയിൽപ്പെട്ട ബട്ടർഫ്ലൈസ് ആണ്. ഇപ്പം ബ്ലൂ ടൈഗർ, ഡാർക്ക് ബ്ലൂ ടൈഗർ, കോമൺ ക്രോ, ഡബിൾ ബ്രാൻഡഡ് ക്രോ, ഇങ്ങനെ പറയുന്ന കുറേയേറെ ബട്ടർഫ്ലൈസ് ഒരുമിച്ച് കൂടിയിട്ട് അവർ കോൺഗ്രിഗേറ്റും മൈഗ്രേറ്റും ചെയ്യാറുണ്ട്. ഒരു പക്ഷേ
നിങ്ങളൊക്കെ ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ ആദ്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് മൊണാർക്ക് ബട്ടർഫ്ലൈസിൻ്റെ കാര്യമായിരിക്കും. അത് കാനഡയിൽ നിന്നും US-ൻ്റെ ചില പാർട്ടിൽ നിന്നും മെക്സിക്കോയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ബട്ടർഫ്ലൈസ് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടും അല്ലെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഏകദേശം 4000 മുതൽ 5000 കിലോമീറ്ററാണ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതേ ഫാമിലിയിൽപ്പെട്ട ബട്ടർഫ്ലൈസ് ആണ് നമ്മുടെ നാട്ടിലുള്ള ഈ ബ്ലൂ ടൈഗറും ഡാർക്ക് ബ്ലൂ ടൈഗറും കോമൺ ക്രോയും ഡബിൾ ബ്രാൻഡഡ് ക്രോയും ഒക്കെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2018 ഞങ്ങളവിടെ ഈ ബട്ടർഫ്ലൈ സർവേക്ക് പോയപ്പോഴത്തേക്കിന് സർവേ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കിന് ഒരു ഗ്രൂപ്പ്, ഞങ്ങൾ പല ഗ്രൂപ്പുകളായിട്ടാണ് സർവേ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു ഗ്രൂപ്പിന് ഇങ്ങനെ ബട്ടർഫ്ലൈസിൻ്റെ കോൺഗ്രിഗേഷൻ കാണാൻ പറ്റി. അപ്പം തിരിച്ച് വന്നപ്പോഴത്തേക്കിന് ഡോക്ടർ ജാഫർ പാലോട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബട്ടർഫ്ലൈസിൻ്റെ ഈ കോൺഗ്രിഗേഷൻ കാണാൻ താല്പര്യമുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ 1-2 ജീപ്പ് അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് കാണാനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓഫ് കോഴ്സ് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് ജീപ്പിൽ കയറി ഇരുന്നിട്ട് ഈ മൈഗ്രേഷൻ കാണാനായിട്ട് അങ്ങോട്ട് പോയി. എനിക്ക് തോന്നുന്നത് ഒരു 5-6 കിലോമീറ്റർ ജീപ്പിൽ പോയി കഴിഞ്ഞിട്ട് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 1-2 ബട്ടർഫ്ലൈ ഒക്കെ അവിടെ പറക്കുന്ന കാണാൻ പറ്റി. അധികം ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഓർത്ത് ഇതെവിടെയാണ് ബട്ടർഫ്ലൈസിനെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്, അധികം ബട്ടർഫ്ലൈസിനൊന്നും കാണുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചിയുണ്ട്, പുഷ്പ ടീച്ചർ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാർച്ച പറയും, എന്ന് പറഞ്ഞൊരു കാർച്ച. അപ്പം നോക്കൂ, അങ്ങോട്ട് നോക്ക്, ആ മരം നിറച്ചും ചിത്രശലഭമാണ്. അപ്പോൾ ഞങ്ങൾ വലത്തോട്ട് നോക്കിയ സമയത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ആ മരം നിറച്ച് അതിൻ്റെ ഇലകളൊക്കെ മൂടി ചിത്രശലഭങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ബട്ടർഫ്ലൈസ് അവിടെ ഇങ്ങനെ അനങ്ങാതെ 1-2 മരത്തെ നിറച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് തുടങ്ങി. പെട്ടെന്ന് എന്താണെന്ന് അറിയത്തില്ല, ബട്ടർഫ്ലൈസ് എല്ലാം കൂടെ ഒരുമിച്ച് പറന്ന് പോകാൻ തുടങ്ങി. പറന്ന് പൊങ്ങിയിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങളിങ്ങനെ നിൽക്കുകയാണ് കാടിന് നടക്കുള്ള ഒരു റോഡിൽ, ഒരു 10,000-10,000 ബട്ടർഫ്ലൈസ് ഒരുമിച്ച് നിങ്ങളുടെ നേരെ ഇങ്ങനെ പറന്ന് വരുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ദേഹത്തൊക്കെ ബട്ടർഫ്ലൈ ഇരിക്കുന്നു. ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അവിടെ. അപ്പം ആ ഒരു മൈഗ്രേഷൻ നമ്മുടെ കാടുകളിൽ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ആറളത്ത് ഉണ്ടാകാറുണ്ട്, വയനാട്ടിൽ പല സ്ഥലത്തും, കേരളത്തിൻ്റെ പല കാടുകളിലൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടർഫ്ലൈസും ഒരു പക്ഷേ വയനാട്ടിൽ നിന്ന് കൂർഗിലോട്ടും ബാക്കി ഈസ്റ്റേൺ ഗാർഡിലൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതായിട്ട് ഒരു പഠനം അടുത്തിടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. വയനാട്ടിലുള്ള ഫേൺസ് എന്ന് പറഞ്ഞൊരു സംഘടന അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ട്, വിനയേട്ടനൊക്കെ. അപ്പം ഈ ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷനും ആറളത്ത് നടക്കാറുണ്ട്, അതുപോലെ കേരളത്തിലെ മറ്റ് പല കാടുകളിലും നടക്കാറുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ബട്ടർഫ്ലൈസിൻ്റെ മെയിനായിട്ട് മൈഗ്രേഷൻ ആറളത്ത് സംഭവിക്കുന്നത്. ഈ ബട്ടർഫ്ലൈസിൻ്റെ കോൺഗ്രിഗേഷനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴും അതുപോലെ തന്നെ കോമൺ ആൽബട്രോസിൻ്റെ മൈഗ്രേഷനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴും ഇതിൻ്റെ കൃത്യമായ വിവരം, കംപ്ലീറ്റ് ലൈഫ് ഹിസ്റ്ററി ഇതുവരെ ആരും കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. ഈ ആൽബട്രോസ് താഴോട്ട് പറന്നിട്ട് തിരിച്ചും മണ്ടയ്ക്ക് കയറി പോകുന്നത് കൃത്യമായിട്ട് ആരും കണ്ടെത്തി പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബട്ടർഫ്ലൈസിൻ്റെ കോൺഗ്രിഗേഷൻ ബ്ലൂ ടൈഗറും ഡാർക്ക് ബ്ലൂ ടൈഗറും കോമൺ ക്രോയും ഡബിൾ ബ്രാൻഡഡ് ക്രോയും ഒക്കെ ആറളത്തും ബാക്കിയുള്ള കേരളത്തിലെ പല കാടുകളിലും ഇങ്ങനെ കോൺഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഇത് കൂർഗിൻ്റെ സൈഡിലോട്ടും ബാംഗ്ലൂരിൻ്റെ സൈഡിലോട്ടും അതുപോലെ ഈസ്റ്റേൺ ഗാർഡിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കുറച്ച് വിവരങ്ങളുള്ളതല്ലാതെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് എത്ര ജനറേഷൻ എടുത്തിട്ട് പോകുന്നെന്നോ ഇതൊന്നും ആർക്കും കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു പക്ഷേ ഇതൊക്കെ ഒരു PhD ചെയ്യാൻ 1-2 സ്റ്റുഡൻസ് നല്ല PhD ചെയ്ത് പഠിക്കാനായിട്ടോ അല്ലെ സയൻറ്റിസ്റ്റുകൾക്കൊക്കെ ഒരുപക്ഷെ അവരുടെ ലൈഫ് ടൈമായിട്ട് സ്റ്റഡി ചെയ്ത് കൃത്യമായ വിവരങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയൊരു നല്ല സബ്ജക്റ്റാണ് ഈ ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആൽബട്രോസ് ബട്ടർഫ്ലൈയും അല്ലെങ്കിൽ ബ്ലൂ ടൈഗറും ഡാർക്ക് ബ്ലൂ ടൈഗറെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ആറളത്ത് അതിൽ കൂടുതൽ ബട്ടർഫ്ലൈ, ഏകദേശം 260-ലധികം ബട്ടർഫ്ലൈസിനെ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളവിടെ പോവുകയാണെങ്കിൽ അവിടെ കാണേണ്ട കുറേയേറെ ബട്ടർഫ്ലൈസ് ഉണ്ട്. ഒന്ന് സദേൺ ബേർഡ് വിങ് എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ ഉണ്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള ബട്ടർഫ്ലൈ ആണ്. പിന്നെ രത്നനീലി എന്ന് പറഞ്ഞ് ഗ്രാസ് ജുവൽ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബട്ടർഫ്ലൈ, അതിനെ അവിടെ കാണാൻ പറ്റും. പിന്നെ വേറൊരു ഫേവറേറ്റ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനദേവത എന്ന് പറയും, മലബാർ ട്രീ നിംഫ്. ഇങ്ങനൊരു പേപ്പർ പോലെ പറന്ന് നമ്മുടെ ഫ്രണ്ടിലോട്ട് പറന്ന് വന്നിട്ട് ഡിസപ്പിയർ ആകുന്ന ഒരു ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ, വെള്ള കളറിലുള്ളൊരു ബട്ടർഫ്ലൈ ആണ് മലബാർ ട്രീ നിംഫ്. മലബാർ ബാൻഡഡ് പീക്കോക്കിനെ അവിടെ കാണാറുണ്ട്. 5 ബാർ സ്വോട്ടേൽ, ഇങ്ങനെ കുറേയേറെ ബട്ടർഫ്ലൈസ് ഉണ്ട്. നിങ്ങൾ പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുക. ആറളത്ത് ബട്ടർഫ്ലൈസ് മാത്രമല്ല ഉള്ളത്, അവിടെ ആനകളുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, വൈൽഡ് ഡോഗ്സിൻ്റെ നല്ല പോപ്പുലേഷൻ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാട്ടിക്കൂടെ 5-6 നടന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. പ്രത്യേകിച്ച് നിങ്ങൾ ആറളത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആനകൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ആറളം ഫാമിലൊക്കെ പോയിട്ട് അവിടുത്തെ ഗ്രാമത്തിലൊക്കെ ഇറങ്ങിയിട്ട് അവരവിടുത്തെ ക്രോപ്പൊക്കെ റെഡി ചെയ്യാറുണ്ട്. അപ്പോൾ ഇച്ചിരി കോൺഫ്ലിക്റ്റ് ഉള്ള ആനിമൽസാണ് അവിടെയുള്ള എലിഫൻ്റൊക്കെ. അതുകൊണ്ട് നിങ്ങൾ കാട്ടി പോകുന്നെങ്കിൽ അവിടുത്തെ ഗൈഡ്സ് ആയിട്ട് മാത്രം പോവുക, അവർ പറയുന്ന കേൾക്കുക. പിന്നെ അവിടുത്തെ ഒരു വേറെ യുണീക്കായിട്ടുള്ള ആനിമൽ എന്ന് പറഞ്ഞാൽ സ്ലെൻഡർ ലോറിസ്, കുട്ടിത്തേവാങ്ങുണ്ട്. അവിടെ ആളത്ത് വളരെ നല്ലൊരു പോപ്പുലേഷൻ ഉണ്ട്. ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഈ കുട്ടിത്തേവാങ്ങിനെ കുറിച്ചൊരു പഠനമൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറേയേറെ പക്ഷികളുണ്ട്. നമ്മുടെ തീക്കാക്ക, മലബാർ ട്രോഗൺ ഉണ്ട്, ഫ്രോഗ് മൗത്ത് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് കുറേയേറെ ഹോൺബിൽസിനെ കാണാൻ പറ്റി. മലബാർ ഗ്രേ ഹോൺബിൽസ് ഉണ്ട് അവിടെ. പിന്നെ പ്രത്യേകിച്ച് വിൻ്റർ സമയം ഡിസംബർ ജാനുവരി മാസത്തേക്കിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ വാലുകുലുക്കി എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. പ്രത്യേകിച്ച് കാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ഫോറസ്റ്റ് വാക്ടെയിൽ എന്ന് പറഞ്ഞ്, അത് അധികം പേടിയില്ലാത്തൊരു വാലുകുലുക്കിയാണ് അവിടെയുള്ള. ഇങ്ങനെ നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കുറേ പ്രാവശ്യം കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇതിങ്ങനെ നടന്നു വരുന്ന വാലുകുലുക്കുകൾ.
പിന്നെ കാട്ടുപനങ്കാക്ക, ഡോളർ ബേർഡ് എന്ന് പറഞ്ഞ പക്ഷികൾ, ഇങ്ങനെ കുറേയേറെ പക്ഷികളെയും നിങ്ങൾക്ക് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ കാണാൻ പറ്റും. ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഞങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട്. ഞങ്ങൾ എല്ലാ വർഷവും അവിടെ പോകാറുണ്ട്. പ്രത്യേകിച്ച് ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷൻ കാണാനായിട്ട് ഞങ്ങൾ രാവിലെ അവിടെ പോകും. അതിരാവിലെ തന്നെ ചെല്ലാറുണ്ട്. 7-8 മണിയാകുമ്പോഴത്തേക്കിനും അവിടെ പോയിട്ട് ആ ചീങ്കണ്ണിപ്പുഴയുടെ സൈഡിൽ ഇരുന്നിട്ട് ആദ്യത്തെ ബട്ടർഫ്ലൈ പറന്നു വരുന്നതായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട്. 2 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, അവൾ ബാംഗ്ലൂരിലുള്ള പായൽ മേത്ത എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു. പായലിനെ വിളിച്ചിട്ട് പറഞ്ഞു, പായലെ ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷൻ കാണാൻ വരുന്നു എന്ന് ചോദിച്ചു. പായൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു 9 മണി വരെ ഇരുന്നിട്ടും 9:30 ആയിട്ട് ഒറ്റ ബട്ടർഫ്ലൈ പോലും മൈഗ്രേറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ ഒരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളൊരു 5 ബട്ടർഫ്ലൈ ആകത്ത് ഒരു ലൈനായിട്ട് വരുന്നത് കണ്ടു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഒരു 50 ബട്ടർഫ്ലൈ, ഒരു 100 ബട്ടർഫ്ലൈ, 200 ബട്ടർഫ്ലൈ, 300 ബട്ടർഫ്ലൈ, ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു 10-200 ബട്ടർഫ്ലൈ കഴിച്ച് ഒരുമിച്ച് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ പറന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ബട്ടർഫ്ലൈസിനെ കുറിച്ച് താല്പര്യമുള്ളവരും ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷൻ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഞങ്ങളുടെ ഒരു ആനുവൽ പിൽഗ്രിമേജ് ആണ്. എല്ലാ വർഷവും ഞങ്ങൾ ഈ ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷൻ കാണാനായിട്ട് ഞങ്ങളവിടെ പോകാറുണ്ട്. പോകുമ്പോഴത്തേക്കിന് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗൈഡ്സിനായിട്ട് മാത്രം പോവുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ബട്ടർഫ്ലൈസിനെ അധികം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, അതിനെ പിടിക്കാൻ ശ്രമിക്കരുത്. അത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ഒരു ഇൻസെക്റ്റാണ്. നിങ്ങൾ പോവുക, എൻജോയ് ചെയ്യുക, ബട്ടർഫ്ലൈസിനെ കാണുക, മൈഗ്രേഷൻ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.